അരുണിൻ്റെ കാർ മുന്നിൽ വ്യക്തമായി കാണാമായിരുന്നു. യുവ അകലം പാലിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ കാർ ഓടിച്ചു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം ഇടയ്ക്കിടെ മുന്നിലുള്ള കാറിൻ്റെ പിൻഭാഗത്ത് പതിച്ചു. കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം പോലും കഴിക്കാൻ മറന്ന് അവി മുന്നിലേക്ക് തന്നെ നോക്കിയിരുന്നു. യുവി, നമ്മളെങ്ങോട്ടാ പോകുന്നത്? അവനെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. പക്ഷേ അവൻ നമ്മളെ കാണില്ല. യുവയുടെ മറുപടി വളരെ ശാന്തമായിരുന്നു. പക്ഷെ അവിയുടെ മുഖത്തെ ആശങ്ക മാറിയില്ല. യുവി, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അവൻ ഒരു നിമിഷം അവളെ നോക്കി. എന്തിനാ പേടിക്കുന്നത്? അവൻ നേരത്തെ പറഞ്ഞതൊക്കെയും. അവളുടെ ശബ്ദം പതറി. യുവയുടെ വിരലുകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. അവൻ നിന്നോട് പറഞ്ഞ ഓരോ വാക്കും എനിക്ക് ഓർമ്മയുണ്ട്. അവിക അവനെ ഒന്ന് നോക്കി. യുവി, വേണ്ട, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. യുവി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവനിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കാതെ വന്നതോടെ അവൾ വീണ്ടും വിളിച്ചു. മറുപടിയായി അവൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് കനപ്പിച്ചൊരു നോട്ടം മാത്രം. പിന്നെ അവൾ ഒന്നും ചോദിക്കാൻ നിന്നില്ല. യുവ മുന്നിലുള്ള കാറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അരുണിൻ്റെ കാർ പെട്ടെന്ന് വേഗം കുറച്ച് ഇടുങ്ങിയൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ചുറ്റും ആളനക്കമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയ യുവ അകലം പാലിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. അരുണിൻ്റെ കാർ പഴയൊരു കെട്ടിടത്തിനരികിൽ നിർത്തിയതും യുവ കാർ മുന്നോട്ടെടുത്ത് അതിന് കുറുകെ നിർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അരുണിന് മനസ്സിലാവുന്നതിന് മുൻപേ യുവ തൻ്റെ മുഖം തൂവാല കൊണ്ട് മറച്ചു. യുവി, എനിക്ക് പേടിയാവുക. അവി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട എന്ന പോലെ യുവ അവളുടെ കൈ ഒന്ന് അമർത്തി പിടിച്ചു. പിന്നെ അവളുടെ കവിളിൽ പതിയൊന്ന് തട്ടി. പേടിക്കണ്ട, അത്രയും പറഞ്ഞവൻ കാറിൽ നിന്നിറങ്ങി. നിമിഷങ്ങൾക്കകം അരുണിൻ്റെ കാറിനരികിലെത്തിയ യുവ ഡോർ വലിച്ചു തുറന്ന് അരുണിനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. ആരാ നീ? നിലത്ത് വീണ അരുൺ ഞെട്ടലോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. യുവ അവൻ്റെ കോളറിൽ പിടിച്ചുയർത്തി. യുവയുടെ കണ്ണുകളിൽ അഗ്നി കണ്ട് അരുണിൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ നിൻ്റെ ബെഡ്റൂമിൽ എത്തിക്കണം, അല്ലട പന്നെ. ഒരു നിമിഷം അരുണിൻ്റെ മുഖത്ത് ഞെട്ടൽ തെളിഞ്ഞു. അടുത്ത നിമിഷം യുവയുടെ മുഷ്ടി അവൻ്റെ മുഖത്ത് പതിച്ചു. ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന അടികളിൽ അരുണ് നിലത്തേക്ക് വീണു. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ യുവ അവനെ വീണ്ടും പിടിച്ചുയർത്തി. ഇനി അവളുടെ അടുത്തേക്ക് വരാൻ പോലും തോന്നരുത്. യുവയുടെ ശബ്ദം തണുത്തതായിരുന്നു, പക്ഷെ ഓരോ വാക്കിലും ഭീഷണി നിറഞ്ഞിരുന്നു. അരുൺ കൈകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചതും യുവ അവൻ്റെ കൈ ശക്തമായി പിടിച്ചു തിരിച്ചു. വേദനയിൽ അരുൺ അലറിപ്പോയി. അടുത്ത നിമിഷം യുവയുടെ ശക്തമായൊരു പ്രഹരം കൂടി. അരുൺ നിലത്തേക്ക് കുഴഞ്ഞു വീണു. യുവ കുറച്ചു നേരം അവനെ നോക്കി നിന്നു. ശേഷം അരുണിൻ്റെ ഷർട്ട് ഊരി അവൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി. പ്രതിരോധിക്കാനാവാതെ അരുൺ നിലത്ത് വീണ് കിടക്കുകയാണ്. യുവ കാറിനരികിലേക്ക് നടന്നു. കാറിനകത്ത് നിന്ന് ഇരുമ്പ് തണ്ടെടുത്ത് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് അവികയുടെ കൈയും പിടിച്ച് അവളെ പുറത്തിറക്കി. വാ. അവി ഭയത്തോടെ അവനെ നോക്കി മുന്നോട്ട് നടന്നു. എന്തിനാ യുവി? യുവ ഇരുമ്പ് തണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. നിനക്ക് അവൻ്റെ കാലൊടിക്കണ്ടേ? കൊടുക്കവൻ്റെ കാലിലേക്ക്. അവി പെട്ടെന്ന് പിന്നോട്ടൊഴിഞ്ഞു. അയ്യോ, എനിക്ക് പറ്റില്ല. അടിക്കാൻ. യുവയുടെ ശബ്ദം ഇത്തവണ കനത്തതായിരുന്നു. അവയുടെ കൈകൾ വിറച്ചു. അവൾ ഇരുമ്പ് തണ്ട് മുറുകെ പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും യുവയുടെ മുഖത്ത് നോക്കിയ ശേഷം അവൾ പതിയെ മുന്നോട്ട് നീങ്ങി. അരുണിൻ്റെ വലത് കാലിലേക്ക് അവളുടെ നോട്ടം പതിഞ്ഞു. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. പിന്നെ വിറയ്ക്കുന്ന കൈകളോടെ ഇരുമ്പ് തണ്ട് ഉയർത്തി. അവൾ കണ്ണുകൾ ഇറക്കിയടച്ചു. അടുത്ത നിമിഷം ധൈര്യം സംഭരിച്ച അവൾ ഇരുമ്പ് വടി ഉയർത്തി അരുണിൻ്റെ വലത് കാലിലേക്ക് ശക്തമായി അടിച്ചു. ഹാ! അരുണിൻ്റെ നിലവിളി വിജനമായ കെട്ടിട പരിസരത്ത് മുഴങ്ങി. അവി ഭയന്ന് വടി കയ്യിൽ നിന്ന് താഴെയിട്ട് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. യുവി, എനിക്ക് പേടിയാവുന്നുണ്ട്. യുവ അവളെ ഒന്ന് നോക്കി. അവളുടെ ഭയന്ന മുഖം കണ്ടപ്പോൾ അവൻ്റെ മുഖത്തെ കാഠിന്യത്തിൽ ഒരു നിമിഷത്തേക്ക് ചെറിയൊരു മാറ്റമുണ്ടായി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ പേടിക്കണ്ട. അവളുടെ കയ്യിലെ വിറയൽ അവൻ ശ്രദ്ധിച്ചു. അവൻ നിന്നോട് ചെയ്തതും പറഞ്ഞതും ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഇത്. അവയൊന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ
അരുണിൽ നിന്ന് യുവയിലേക്ക് മാറി. അപ്പോഴേക്കും അരുൺ വേദന കൊണ്ട് നിലത്തേക്ക് കിടന്ന് ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു. യുവ വീണ്ടും അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇത് അവസാന മുന്നറിയിപ്പാ, അവൻ്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് യുവ പറഞ്ഞു. വേദന കൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു. പിന്നെ അരുണിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ ഫോൺ പുറത്തെടുത്തു. ഫോൺ സ്ക്രീൻ ഓൺ ചെയ്തു. അരുണിൻ്റെ വിരൽ പിടിച്ച് ഫോൺ അൺലോക്ക് ചെയ്യിപ്പിച്ചു. അവി അത്ഭുതത്തോടെ അവനെ നോക്കി. യുവ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ആംബുലൻസ് സർവീസിലേക്ക് വിളിച്ചു. അരുണിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാതെ സ്വാഭാവികമായൊരു ശബ്ദത്തിൽ സംസാരിച്ചു. ഹലോ, ഒരു ആക്സിഡൻ്റ് ആണ്. അവൻ ചുറ്റുമുള്ള സ്ഥലം നോക്കി. പ്രധാന റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന പഴയ ഗോഡൌണിൻ്റെ അടുത്തുള്ള വളവ്. ഒരു നിമിഷം നിശബ്ദമായി നിന്ന ശേഷം വീണ്ടും പറഞ്ഞു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൈക്കും കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ശ്വാസമുണ്ട്. അവൻ അരുണിൻ്റെ കാറിൻ്റെ നമ്പർ നോക്കി പറഞ്ഞു. കാർ ഇവിടെയുണ്ട്. ഹെഡ്ലൈറ്റ് ഓണാണ്. സ്ഥലം എളുപ്പത്തിൽ കണ്ടെത്താം. ആംബുലൻസ് ഉടൻ വരുമെന്ന് ഉറപ്പായതോടെ യുവ ഫോൺ കട്ട് ചെയ്തു. അവൻ ഫോൺ വീണ്ടും അരുണിൻ്റെ കൈക്കരികിൽ വെച്ചു. പിന്നെ അവനെ നോക്കി. കേട്ടോ? അരുൺ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. യുവ അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു. ആംബുലൻസ് ഇപ്പോൾ വരും. അരുണിൻ്റെ കണ്ണുകളിൽ ആശയക്കുഴപ്പം നിറഞ്ഞു. നീ ആരാ? വേദനയ്ക്കിടയിൽ അരുൺ ചോദിച്ചു. നിന്റെ കാലൻ. അത്രയും പറഞ്ഞ് യുവ എഴുന്നേറ്റു. അവി അവൻ്റെ അടുത്തേക്ക് വന്നു. നമ്മൾ പോവാണോ? അവനെ എവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്? യുവ പിന്നിലേക്ക് നോക്കി. ശേഷം പറഞ്ഞു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആംബുലൻസ് എത്തും. അവയൊന്നും പറഞ്ഞില്ല. യുവ അവളുടെ കൈ പിടിച്ച് കാറിനരികിലേക്ക് നടന്നു. കാറിൽ കയറുന്നതിന് മുൻപ് യുവ ഒരിക്കൽ കൂടി പിന്നിലേക്ക് നോക്കി. അരുണിൻ്റെ ഫോൺ അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഇപ്പോഴും തെളിഞ്ഞു നിന്നു. ഇരുവരും പെട്ടെന്ന് കാറിൽ കയറി. യുവ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇരുട്ടിലൂടെ അത് പതുക്കെ മുന്നോട്ട് നീങ്ങി. അവൾ പിന്നിലെ ഗ്ലാസ്സിലൂടെ നോക്കി. ശേഷം യുവയെ കണ്ണടിക്കാതെ നോക്കി നിന്നു. യുവേ, ശരിക്കും നീ ആരാ? സ്റ്റിയറിങ്ങിൽ കണ്ണു നട്ടിരുന്ന യുവയുടെ ചുണ്ടിൽ പതിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാനോ? അവൻ ഗൗരവം നടിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ നിന്റെ കാറിൻ്റെ ഡ്രൈവറാ. ഡ്രൈവർ കം ബോഡി ഗാർഡ്. മാസാവസാനം ശമ്പളം തന്നാൽ മതി. അവയൊരു നിമിഷം അവനെ തുറച്ചു നോക്കി. അയ്യടാ, ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. ഞാനും സീരിയസ് ആയിട്ടാ മറുപടി പറഞ്ഞേ. അങ്ങനെയല്ലേ നീ എന്നെ ആക്കി വെച്ചത്? നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെയാണല്ലോ? അവൾ മുഖം ചുളിച്ചു. യുവ ചിരിച്ചുകൊണ്ട് വീണ്ടും റോഡിലേക്ക് നോക്കി. പിന്നെ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്നിട്ട് എപ്പോഴാ സംശയം? അവൻ ചിരി മറച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും കാറിൻ്റെ മുൻഭാഗത്ത് നിന്ന് ചെറിയൊരു അസാധാരണ ശബ്ദം കേട്ടു. യുവയുടെ പുരികം ചുളിഞ്ഞു. യുവി, എന്താ പറ്റിയേ? അവ പേടിയോടെ ചോദിച്ചു. ഒന്നുമില്ല. അവൻ കാറിൻ്റെ വേഗം കുറച്ചു. അടുത്ത നിമിഷം കാർ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. യുവ കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ടയർ പഞ്ചറായിരുന്നു. അവി സീറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കി. എന്താ? ടയർ പഞ്ചറായി. യുവ ഡിക്കി തുറന്നു. നീ കാറിനകത്ത് തന്നെ ഇരുന്നാൽ മതി. ഞാനും ഇറങ്ങാം. വേണ്ട, ഞാൻ സഹായിക്കാം യുവി. യുവ അവളെ നോക്കി. കാറിനകത്ത് ശാന്തമായിരുന്ന് എന്നെ ശല്യം ചെയ്യാതിരിക്കുക, അതാണ് നീ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. അവ ചുണ്ടു കൂർപ്പിച്ചു. ശരി. യുവ സ്പെയർ ടയർ എടുത്ത് ജോലി തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞു. അവി വിൻഡോ താഴ്ത്തി പുറത്തേക്ക് നോക്കി. യുവ റോഡരികിൽ കുനിഞ്ഞിരുന്ന് ടയർ മാറ്റുകയായിരുന്നു. അവൾ കുറച്ചു നേരം അവന് നോക്കിയിരുന്നു. പിന്നെ പതിയെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. യുവ തല ഉയർത്തി അവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ കാറിനകത്ത് ഇരിക്കാൻ? അവിടെ ഇരുന്നിട്ട് എനിക്ക് ബോറടിച്ചു. അതും പറഞ്ഞവൾ കുനിഞ്ഞ് ടയറിലേക്ക് നോക്കി. ഇപ്പോൾ ശരിയാവോ? യുവ കയ്യിലെ ഉപകരണം വെച്ചുകൊണ്ട് അവളെ നോക്കി. ശരിയാവും. അവ ചുറ്റും നോക്കി. വഴിയരികിൽ വലിയ മരങ്ങൾ. ദൂരെയൊന്നും വീടുകളില്ല. രാത്രിയുടെ നിശബ്ദത മാത്രം. അവൾ പതിയെ പറഞ്ഞു. ശരിയാവണ്ടായിരുന്നു.
യുവ ജോലി നിർത്തി അവളെ ഒന്ന് നോക്കി. എന്താ? അല്ല, കാറ് ശരിയാവണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ. അതെന്താ? അവി വളരെ സ്വാഭാവികമായി പറഞ്ഞു. എനിക്ക് വീട്ടിലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിന്ന് ഇവിടെ തന്നെ കൂടാം. ഇങ്ങനെ കണ്ണും നോക്കി നേരം വെളുപ്പിക്കാലോ. അവളുടെ ആ പറച്ചിൽ കേട്ട് യുവ തൻ്റെ കയ്യിലെ സ്പാനർ താഴെ വീഴാതെ പിടിച്ചു നിന്നു. അവൻ പതിയെ തല ഉയർത്തി അവളെ നോക്കി. ആ നോട്ടം കണ്ടതും അവയുടെ ചുണ്ടിലെ ചിരി പതുക്കെ മാഞ്ഞു. എന്താ? യുവ ഒന്നും പറഞ്ഞില്ല. അവളെ കുറച്ചു നേരം കൂർപ്പിച്ചു നോക്കി. ഇവിടെ അവൻ ചുറ്റും നോക്കി. ഈ വിജനമായ സ്ഥലത്ത്. അവ ചിരിച്ചു. അതിനെന്താ ഇപ്പോൾ? നിനക്ക് പേടിയില്ലേ? നീ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? ആ മറുപടി കേട്ടതും യുവയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. ഓ, അപ്പോൾ ഞാൻ നിന്നെ വല്ലതും ചെയ്താലോ? യുവയുടെ ചോദ്യം കേട്ട് അവ ഒരു നിമിഷം നിശബ്ദയായി. അവളുടെ കണ്ണുകൾ പതിയെ യുവയുടെ കണ്ണുകളിലേക്ക് ഉയർന്നു. പറ, ഞാൻ നിന്നെ വല്ലതും ചെയ്താലോ? യുവയുടെ ശബ്ദത്തിൽ ചെറിയൊരു കുസൃതി ഉണ്ടായിരുന്നു. പക്ഷെ ആ നോട്ട് അവളെ ശരിക്കും അസ്വസ്ഥയാക്കി. അവ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ചെയ്യില്ല. എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു? യുവ സ്പാനർ കയ്യിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഒരു ചുവട് വെച്ചു. അവി അറിയാതെ തന്നെ ഒരു ചുവട് പിന്നിലേക്ക് മാറി. അത് കണ്ടതും യുവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോ പേടിയുണ്ടല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല, അവൾ ധൈര്യം നടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിനാ പിന്നോട്ട് പോയത്? അത് ഞാൻ വെറുതെ. യുവ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. അവ വീണ്ടും പിന്നിലേക്ക് നീങ്ങി. അവസാനം അവളുടെ പുറം കാറിൻ്റെ ഡോറിൽ തട്ടി നിന്നു. യുവ അവളുടെ തൊട്ട് മുന്നിൽ എത്തി നിന്നു. കാറിൻ്റെ ഇരു സൈഡിലും കൈകുത്തി നിന്ന് അവളിലേക്ക് മുഖമടുപ്പിച്ചു. അവൾ അവനെ നോക്കി കണ്ണുകൾ വലുതാക്കി. യുവി, എന്താ? നീ ശരിക്കും എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണോ? അവളുടെ ശബ്ദത്തിൽ പേടിയേക്കാൾ കൂടുതൽ നാണമായിരുന്നു. യുവ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ ചിരിച്ചു. നീ തന്നെയല്ലേ പറഞ്ഞത് നമുക്ക് എന്നിവിടെ കൂടാന്ന്? നമുക്ക് കൂടിയാലോ? അവ മുഖം ചുളിച്ചു. അതിന് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഓ, യുവ തല കുലുക്കി. അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതാണ് അല്ലേ? ആ അതെ, അവ വേഗത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് മാത്രം. ശരി. യുവ പിന്നോട്ട് മാറി. അവ ആഞ്ഞൊരു ശ്വാസം എടുത്തു. യുവ വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നു. ഓ, അല്ലേലും എനിക്കതിനുള്ള യോഗമൊന്നുമില്ലേ? അവയുടെ പറച്ചിൽ കേട്ട് യുവ തല ഉയർത്തി നോക്കി. മോളെന്താ ഉദ്ദേശിച്ചേ? മോനെന്താ ഉദ്ദേശിച്ചേ? അതെന്നെയാ ഞാൻ ഉദ്ദേശിച്ചേ. ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ശരി, നീ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും നല്ല കുട്ടികളാണ്. ഉള്ളിലെ ചിരി മറച്ചു പിടിച്ച് യുവ വീണ്ടും ടയർ മുറുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആകാശത്ത് നിന്ന് ഒരു ഇടി മുഴക്കം. അവ മുകളിലേക്ക് നോക്കി. യുവി, മഴ പെയ്യുന്നാ തോന്നണേ. യുവ ആകാശത്തേക്ക് നോക്കി. തോന്നലല്ല, പെയ്യും. അവൻ പറഞ്ഞു തീരും മുൻപേ 1-2 തുള്ളികൾ അവളുടെ കവിളിൽ വീണു. അയ്യോ! അവ മുഖം തുടച്ചു. അടുത്ത നിമിഷം മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. യുവിത മഴ! എനിക്ക് കണ്ണ് കാണാം. ഷടാ, നേരത്തെ കടലോരത്ത് വെച്ച് എൻ്റെ ഉമ്മ വാങ്ങിക്കുമ്പോൾ ഈ ജാടയൊന്നും ഇല്ലായിരുന്നല്ലോ. നീ എന്താ അന്യം കളിക്കുക? അവൻ തല ഉയർത്തി അവളെ നോക്കി. നിന്നോട് ഉമ്മ തരാൻ ഞാൻ പറഞ്ഞോ? അവ കണ്ണുകൾ ചുരുക്കി. ഇല്ലല്ലോ. വേണ്ടെങ്കിൽ വേണ്ട എന്ന് നീ അപ്പം പറയണമായിരുന്നു. പറയാനുള്ള സാവകാശം നീ തന്നില്ലല്ലോ. അവ പെട്ടെന്ന് നിശബ്ദയായി. യുവയുടെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. ഓ, അപ്പോൾ ഞാൻ തന്ന ഉമ്മ വെറും വേസ്റ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അർത്ഥം അത് തന്നെയല്ലേ? യുവി, എനിക്കിപ്പോൾ എൻ്റെ ഉമ്മ തിരിച്ചു വേണം. എന്തോന്ന്? ഞാൻ തന്നത് എനിക്ക് തിരിച്ചു വേണമെന്ന്. അയ്യാ, നിന്ന് കൊഞ്ചാതെ കയറിപ്പോ പെണ്ണേ. ഇനിയിപ്പോൾ മഴ നനഞ്ഞ് പനി പിടിച്ചാൽ നിന്റെ തന്ത എന്നോടായിരിക്കും ചോദിക്കുക. പോടാ ദുഷ്ട. അവൻ്റെ പുറം നോക്കി ഒരു കുത്തു കൊടുത്തു അവൾ.
ദീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, യുവ അവളെ നോക്കി പറഞ്ഞു. ടയർ മാറ്റുന്ന ജോലി വേഗത്തിലാക്കി. മഴയിൽ അവൻ്റെ ഷർട്ട് നനഞ്ഞു തുടങ്ങി. അവളും ശരിക്കും നനഞ്ഞു. യുവ അവസാനത്തെ ബോൾട്ട് മുറുക്കി. ഇരുവരും മഴയിലൂടെ ഓടി കാറിൽ കയറി. അവ സീറ്റിലിരുന്ന് നനഞ്ഞ മുടി പിന്നിലേക്ക് ഒതുക്കി. യുവ ഒരു നിമിഷം അവളെ നോക്കി. അവൾ മുഴുവനായി നനഞ്ഞു. സാരി ശരീരത്തോട് ഒട്ടിക്കിടപ്പുണ്ട്. സാരി തന്നെ മാറിയെടുക്ക് കാണാം. യുവ പെട്ടെന്ന് നോട്ടം മാറ്റി. ആ നിമിഷം അവി നേർത്തൊരു ചിരിയോടെ അവനിലേക്ക് ചാഞ്ഞു. അവൻ്റെ മടിയിൽ കയറിയിരുന്നു. യുവ ഒരു നിമിഷം ഞെട്ടലോടെ അവളെ നോക്കി. അവിക? അവൻ്റെ ശബ്ദത്തിൽ അത്ഭുതം നിറഞ്ഞിരുന്നു. അവി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് നനഞ്ഞ മുടി പതിയെ പിന്നിലേക്ക് ഒതുക്കി. അവൻ്റെ കണ്ണുകൾ അവളിൽ തങ്ങി നിന്നു. മഴത്തുള്ളികൾ അവളുടെ മുഖത്തു കൂടി താഴേക്ക് ഒഴുകുന്നുണ്ട്. അവിക, എന്തായി കാണിക്കുന്നേ? എഴുന്നേൽക്ക്. യുവ അവളെ പതിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവി അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവിക, ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല. നീ എഴുന്നേറ്റെ, നമുക്ക് പോവാം. അന്നേരം അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ച് തടഞ്ഞു. അവളുടെ കണ്ണുകൾ യുവയുടെ കണ്ണുകളിൽ തന്നെ പതിഞ്ഞു. അവൾ അവൻ്റെ നെറ്റിയിലൂടെ പതിയെ താഴേക്ക് വിരലോടിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ മൂക്കും കടന്ന് ചുണ്ടിലെത്തി നിന്നു. അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിൽ എത്തി നിശ്ചലമായി. യുവയുടെ ശ്വാസം ഒരു നിമിഷം മുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ മുഖത്ത് ആ നേർത്ത പുഞ്ചിരി അവൻ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അവിക. അവൻ്റെ ശബ്ദം ഇത്തവണ വളരെ പതിഞ്ഞതായിരുന്നു. അവയൊന്നും പറഞ്ഞില്ല. വിരൽ പതിയെ താഴേക്ക് ചലിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ മഴയുടെ തണുപ്പിലും അവളുടെ കണ്ണുകളിൽ മാത്രം ഒരു തരം ചൂടുണ്ടായിരുന്നു. അവളുടെ വിരൽ അവൻ്റെ തൊണ്ടക്കുഴി വഴി താഴേക്ക് ചലിച്ചു. അവിക, നിനക്കെന്താ പറ്റിയേ? അവളുടെ വിരലിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ ചെറുതായി പുഞ്ചിരിച്ചു. ഒന്നുമില്ല. പിന്നെ യുവി, എനിക്ക് ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നാൽ മതി. അവളുടെ വാക്കുകൾ കേട്ട് യുവയുടെ മുഖത്തെ കാഠിന്യം അല്പം മങ്ങി. അവളുടെ കൈവിരൽ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ അമർന്നു. അവൻ്റെ ഷർട്ടിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും ബട്ടൺ അവൾ അഴിച്ചു മാറ്റി. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ്റെ നെഞ്ച് പകുതിയോളം തുറന്നു കിടപ്പുണ്ട്. അവൻ്റെ ദൃഢമായ നെഞ്ചിലൂടെ അവൾ മെല്ലെ വിരലൊടിച്ചതും യുവ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു തുറന്നു. അവിക, നിനക്കിപ്പോൾ ശരിക്കും എന്താ വേണ്ടേ? അവൾ മറുപടി പറയാതെ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. യുവയുടെ കൈകൾ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. യുവ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി. യുവ, എനിക്ക് തണുക്കുന്നു, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ പെണ്ണെൻ്റെ കൺട്രോൾ കളയും എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ ആഞ്ഞൊരു ശ്വാസം എടുത്തു. പുറത്ത് മഴ ശക്തമായി പെയ്യുകയായിരുന്നു. അകത്ത് ഇരുവരുടെയും ശ്വാസത്തിൻ്റെ താളം മാത്രം. അവി കണ്ണുകളടച്ചു. അവൻ്റെ കൈ ഇപ്പോഴും സ്റ്റിയറിങ്ങിലായിരുന്നു. യുവി, എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി. നീ എത്ര നേരം ഇങ്ങനെ ഇരിക്കും? അവൻ ചോദിച്ചു. ജീവിതകാലം മുഴുവനും. അടുത്ത നിമിഷം അവൻ്റെ നെഞ്ചിൽ അവൾ പതിയെ ചുംബിച്ചു. അവൻ്റെ കണ്ണ് താനെ അടഞ്ഞു പോയിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത അവൾക്ക് കേൾക്കാമായിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പുറത്ത് മഴ ശക്തിയാർജിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവി പതിയെ മുഖമുയർത്തി യുവയെ നോക്കി. അവൻ കണ്ണടച്ച് സീറ്റിൽ ചാരിയിരിപ്പുണ്ട്. കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിന്നീട് അവളുടെ കണ്ണുകൾ അവൻ്റെ നെഞ്ചിലേക്ക് നീണ്ടു. ചുണ്ടിൽ ഒരു തരം ചിരി വിരിഞ്ഞു. അവൾ മെല്ലെ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുമുത്തം നൽകിയതും അവൻ ഞെട്ടി കണ്ണു തുറന്ന് അവളെ കൂർപ്പിച്ചു നോക്കി. ഇഷ്ടായില്ലേ, തിരിച്ചു തന്നോ എന്നുള്ള അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് അവൻ ചിരി കടിച്ചു പിടിച്ചു നിന്ന് അവളെ മടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. യുവ കാറ് സ്റ്റാർട്ട് ചെയ്തു. എന്താ യുവി ഇങ്ങനെ? ഇത്രയൊക്കെ ആയിട്ടും നിനക്കെന്നെ വിശ്വാസമായില്ലേ? തിരിച്ച് ഒരു ഉമ്മ തന്നാൽ എന്താ? അല്ലെങ്കിൽ ഒരു ഐ ലവ് യു. ഇനിയിപ്പോൾ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറ. ഇഷ്ടമല്ല. എന്താ? നിന്നെ ഇഷ്ടമല്ലെന്ന്? അങ്ങനെ പറയരുത്. ദേ പെണ്ണെ, മിണ്ടാതിരുന്നോ ഇല്ലേലേ ഞാൻ വലിച്ചു പുറത്തിടും. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. മഴത്തുള്ളികൾ കാറിൻ്റെ വിൻഷീൽഡിൽ ശക്തമായി പതിക്കുമ്പോൾ വൈപ്പർ പതുക്കെ മുന്നോട്ടും പിന്നോട്ടും നീങ്ങി.
കാറിനുള്ളിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. അവയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. യുവയുടെ ചുണ്ടിലും അതേ പുഞ്ചിരി. കാർ മഴയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി.